ശാസ്ത്രലോകത്തിന്റെ ആശങ്കയ്ക്ക് അറുതി വരുത്തി ചൈനീസ് ബഹിരാകാശ നിലയമായ ടിയാൻഗോങ് 1 ഭൂമിയിൽ പതിച്ചു. തെക്കൻ ശാന്തസമുദ്രത്തിലാണ് ബഹിരാകാശ നിലയം പതിച്ചത്. ധന്യ വിശ്വം ചേരുന്നു വിശദാംശങ്ങളുമായി. ധന്യ, എങ്ങനെയായിരുന്നു ടിയാൻഗോങ് 1ന്റെ അവസാനം? സുരേഷ്, ടിയാൻഗോങ് 1 ശാന്തസമുദ്രത്തിലാണ് പതിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു 7:25ഓടെയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി പതനം സ്ഥിരീകരിച്ചത്. അതോടുകൂടി തന്നെ വളരെ ആശങ്കയിലായിരുന്ന, ഭീതിയിലായിരുന്ന നിരവധി രാജ്യങ്ങളാണ് അതിൽ നിന്ന് മുക്തി ലഭിച്ചിരിക്കുന്നത്. കാരണം ഇത് എവിടെ പതിക്കുമെന്നതിൽ കൃത്യമായ ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് തന്നെ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അത് പതിക്കും എന്നൊക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ 34 അടി നീളവും 11 അടി വീതിയുമുള്ള ടിയാൻഗോങ് പതിച്ചിരിക്കുന്നത് കത്തി നശിച്ചുകൊണ്ടാണ്. കാരണം 10% മാത്രമാണ് ഭൂമിയിൽ പതിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം പൂർണ്ണമായും കത്തി നശിച്ചു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 2016 2016 വർഷത്തിലാണ് ചൈനയുടെ ബഹിരാകാശ നിലയത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടത്. അതുമുതൽ ഇങ്ങോട്ട് ഒരുപാട് വാർത്തകൾ വന്നു. നമുക്കറിയാം, നിരവധി വാർത്തകൾക്കൊടുവിലാണ് ഇപ്പോൾ ടിയാൻഗോങ് 1 ശാന്തസമുദ്രത്തിൽ പതിച്ചിരിക്കുന്നത്. സുരേഷ്, ധന്യ വിശ്വമാണ് വിശദാംശങ്ങൾ നൽകിയത്. ചൈനയുടെ ബഹിരാകാശ നിലയം 2011 സെപ്റ്റംബറിൽ വിക്ഷേപിച്ചു. 2016 മാർച്ചിൽ നിയന്ത്രണം നഷ്ടമാകുന്നു. പുലർച്ചെയാണ് ശാന്തമഹാസമുദ്രത്തിൽ പതിക്കുന്നത്.